തലസ്ഥാനത്ത് ഒരു യുവജന സംഘടനയുടെ പേരിൽ വലിയ നിലയിലുള്ള അക്രമം അഴിച്ചുവിട്ടു. അവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ അതിന് നേതൃത്വം കൊടുക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിയമം കയ്യിലെടുക്കും, ഞങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കും. മുഖ്യമന്ത്രിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ നാണമുണ്ടോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ നയിച്ച് 2021 കൂടുതൽ സീറ്റുകൾ നേടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അഭിമാനത്തോടുകൂടി തന്നെ ഈ കസേരയിൽ ഇരിക്കാനാകും മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഒന്ന് കണ്ണാടിയിൽ നോക്കണം. അദ്ദേഹം നിയമം കയ്യിലെടുക്കും, അടിച്ചാൽ തിരിച്ചടിക്കുമെന്നൊക്കെ ഇന്ന് ആവേശത്തോടെ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇതുപോലെ ഒരു സമരത്തിന്റെ ബാനർ നയിച്ച് അവിടെ എത്തിയതൊക്കെ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു ആദ്യ അനുഭവമായിരിക്കും. ഞാനത് കുറച്ച് പറയല്ല, ഒരു ആദ്യ അനുഭവമായിരിക്കും. അതിന്റെ ഒരു ആവേശത്തിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് നാണം കാരണം ആ കസേരയിൽ ഇരിക്കാനാകുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രഖ്യാപിത നയമില്ലേ, ഒരു നിലപാടില്ലേ? ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവരെ BJP ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി എല്ലാ നിലയിലും ഉപയോഗപ്പെടുത്തുന്ന ശ്രമങ്ങൾ BJP കേന്ദ്ര സർക്കാർ നടത്തുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ അവിടെ BJPയുടെ B ടീമായി അതിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ നാണമുണ്ടോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ആ കസേരയിൽ ഇരിക്കാൻ? നാണമുണ്ടോ? ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു യുവജന സംഘടനയെ വ്യാജ ID കാർഡ് ഉണ്ടാക്കാൻ അതിനെല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് അക്രമം അഴിച്ചുവിട്ട് ചീമുട്ടയേറും ഷൂസേറും ചാവേർ സമരവും ബസിന്റെ മുമ്പിലുള്ള ആത്മഹത്യാശ്രമ സമരവും നടത്തിക്കാൻ കേരളം ഇന്നുവരെ കാണാത്ത ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് നാണമുണ്ടോ ആ കസേരയിലിരിക്കാൻ? ഈ ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കണ്ണാടിയിൽ നോക്കിയാൽ നാണം കൊണ്ട് ലജ്ജിച്ച് തലകുനിക്കും. നാണത്തിന് കയ്യും കാലും ജീവനുണ്ടെങ്കിലും പറയും, ഞാൻ പിറകിലാണ്, ഇദ്ദേഹം മുന്നിൽ നടക്കട്ടെ. ഞാൻ വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുകയല്ല, രാഷ്ട്രീയമായി പറയുകയാണ്. തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതിന് മത്സരിക്കുകയാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. ആ മത്സരമാണ് ഇവിടെ നടക്കുന്നത്.